നിങ്ങളുടെ കൂട്ടത്തിൽ കാണും ഇത്തരത്തിലുള്ള ചില ആളുകൾ. ഇവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവർ നിങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് നിങ്ങൾക്ക് പണി തന്നുകൊണ്ടേയിരിക്കും. സ്വന്തം കുറ്റങ്ങളോ കുറവുകളോ മാനേജേഴ്സോ ഡയറക്ടേഴ്സോ മനസ്സിലാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കരുവാക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടാവും. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനോ ഡയറക്ടേഴ്സിനോ ഇങ്ങനെ ഇത്തരത്തിൽ പൗച്ചടിച്ച് നടക്കുന്ന കുറച്ച് ആളുകൾ ഏതൊരു സ്ഥാപനത്തിലും ഉണ്ടാവും. അത്തരത്തിൽ ആളുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായി പുച്ഛിച്ച് എന്തൊക്കെ അവരെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുക. ഇത്തരത്തിൽ ആളുകൾക്ക് ടാർഗറ്റോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ സ്ഥാപനത്തിൽ ലേറ്റ് ആയി വന്നാലോ അത്തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളില്ല. പക്ഷേ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ ഫെസ്റ്റിവലോ ഉണ്ടെങ്കിൽ അതിന് മുൻപന്തിൽ നിന്നുകൊണ്ട് എല്ലാം ഏറ്റെടുക്കുന്ന ഒരു മെയിൻ ആവുന്ന ഒരാൾ ഏതൊരു സ്ഥാപനത്തിലുണ്ടാവും. ശരിയല്ലേ? ഇത്തരത്തിൽ ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരസ്യമായി പുച്ഛിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? ഞാൻ അത് പറയാനുള്ള കാരണം വെച്ചാൽ ഞാൻ മുമ്പ് കുറച്ച് സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ആളുകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഏതൊരു സ്ഥാപനത്തിലായാലും ഏതൊരു മേഖലയിലായാലും ഇത്തരത്തിൽ ആളുകൾ എന്നും എന്താ പറയുക നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മളറിയാതെ നമുക്ക് പണി കൊണ്ടുവരിക്കും. അത്തരത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരു ചങ്കിനെ എവിടെ മെൻഷൻ ചെയ്തേക്കും. ഇത്തരത്തിൽ ആളുകൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ പരസ്യമായിട്ട് നമ്മൾ പുച്ഛിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. അതാണ് അതിന്റെ മറുപടി വരുന്നത്.